നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്രിസ്മസ് സീരീസിൽ ഞാനൊരു ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കട്ട്ലറ്റിന് പ്രത്യേകിച്ചൊരു ഇൻട്രോയുടെ ആവശ്യമില്ല. നമ്മൾ മലയാളികൾക്ക് മിക്കവാറും എല്ലാ മലയാളികളുടെയും ഫേവററ്റ് സ്നാക്കിൽ ഒന്നായിരിക്കും ഈ കട്ട്ലറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണുകൾ പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ പൊട്ടറ്റോയ്ക്കും ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ബാക്കി ഉപ്പ് നമുക്ക് പിന്നെ മസാല ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കട്ട്ലറ്റിൽ ചിക്കൻ കുറവും പൊട്ടറ്റോ കൂടുതലുമായിരിക്കും. പക്ഷെ ഞാനിവിടെ ഒരു ബൈൻഡിങ് ഏജന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കൻ കൂടുതലും പൊട്ടറ്റോ കുറവുമാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഈ വെള്ളം നമുക്ക് പിന്നെ ആവശ്യം വരും. ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് പിന്നെ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ ആവശ്യമുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇനിയിപ്പോൾ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിന് മാരിനേഷനോ അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ മാരിനേഷൻ ഒന്നുമില്ല. ഇനി നമുക്ക് 2 വിസിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇതാ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് 2 മുട്ട അടിച്ചെടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താറാവ് മുട്ടയോ കോഴിമുട്ടയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ എഗ്ഗിയൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ആ മഞ്ഞക്കൊരു കളയാം കേട്ടോ. വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ മുട്ട അലർജി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മുട്ട കഴിക്കാത്തവർക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് മൈദ മാവ് അല്ലെങ്കിൽ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാ നമ്മുടെ മുട്ടയ്ക്ക് ഇവിടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം. ഞാൻ 2 ബ്രെഡിൻ്റെ പീസ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയത് യൂസ് ചെയ്യാം. ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം ക്രഷ് ചെയ്തെടുക്കാൻ. അതായത് ഒരുപാട് പേസ്റ്റ് പോലെ ആവരുത്. ഇനിയിപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1.5 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗാർലിക്, വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതായിട്ടോ എടുത്തേക്കുന്നത്. അതൊന്ന് നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർക്കാം. സവാള എപ്പോഴും ഇതുപോലെ പൊടിയായിട്ട് അരിയുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചൊരു ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഒരുപാട് മസാലയൊക്കെ ചേർത്താൽ ഒരു ഓവർ ആ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം റോസ്മെല്ല് മാറിക്കഴിയുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ സ്റ്റോക്കിൽ കിടന്നിട്ട് ആ ചിക്കൻ വെന്ത വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ സവോളയൊന്ന് നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ ആ ഒരു സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ കണ്ടില്ലേ നല്ല പീസുകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഫുള്ള് നമ്മൾ അരഞ്ഞു പോകരുത്. ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുകൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തായിരുന്നു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രമായിട്ടോ യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മസാലയെല്ലാം ഒന്നാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കൈകൊണ്ട് പൊടിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഉരുളക്കിഴങ്ങും ആ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
കണ്ടോ? ഇനി നമുക്കത് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലാണ് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉരുളകളാക്കിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ആവശ്യമുള്ള ഷേപ്പാക്കി ഇനി അത് മുട്ട വെള്ളയിലൊന്ന് മുക്കിയിട്ട് ആ മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 2 കൈ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ആ മുട്ടയെല്ലാം നമ്മുടെ ബ്രെഡ് ക്രംസിലായി ആകെപ്പാടെ മെസ്സിയാവും. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് ഷേപ്പിൽ പരത്തി കട്ട്ലറ്റ് എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള 18 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇപ്പം വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾ പിന്നെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കണം. ഒരു 3 മാസം വരെ നിങ്ങൾക്ക് ഇത് കേട് കൂടാതെ ഫ്രീസറിൽ വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് പൊരിച്ചാൽ മതി. ഞാൻ എന്തായാലും ഇപ്പം തന്നെ പൊരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു അടി കട്ടിയുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി ആ എണ്ണയൊന്ന് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഓരോന്നായിട്ട് കട്ട്ലറ്റ് നമ്മുടെ ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ പാൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. ഓവർ ക്രൗഡായിട്ട് ഇട്ട് കൊടുക്കരുത്. നമ്മൾ എല്ലാം കുറച്ചൊന്ന് അകലത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ വെക്കുന്ന ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മുടെ ഈ കട്ട്ലറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ. നമ്മുടെ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊരു ടൈം പറയാനില്ല. 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ അല്ലെങ്കിൽ ഒന്ന് ക്രിസ്പി ആകുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഡീപ് ഫ്രൈ ആകുമ്പോൾ ഒരു 2 to 3 മിനിറ്റ്സിൽ നമ്മുടെ ഡീപ് ഫ്രൈ ആകുമ്പോൾ കട്ട്ലറ്റ് റെഡിയാവും. നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. നല്ലൊരു ഗോൾഡൻ ഒരു ബ്രൗണിഷ് കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഈ കട്ട്ലറ്റിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഒന്നെങ്കിൽ ചർലാസ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാം. പക്ഷേ ഒതൻറ്റിക് രീതിയിൽ ആ ഒരു സവോള ആ ഒരു സാലഡാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട് ഉപ്പിൽ ഒരു 5 മിനിറ്റ് നേരം വെക്കും. എന്നിട്ട് ആ ഉപ്പെല്ലാം നമ്മൾ ആ സവോളയിൽ നിന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൽ കുറച്ച് വിനെഗറും ലേശം ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. വിനെഗറും ഉപ്പും മാത്രം ചേർത്തിട്ടുള്ളൊരു സലാഡാണ് സൈഡായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. നമ്മുടെ നല്ല ഒരു ചൂടൻ മസാല ചായയുടെ ഒക്കെ കൂടെ ഈ ഒരു കട്ട്ലറ്റ് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ക്രിസ്മസിൻ്റെ ടൈമിലും ഈസ്റ്ററിൻ്റെ ടൈമിലും ഒക്കെ ഈ ഒരു കട്ട്ലറ്റിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണല്ലേ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ ഒന്ന് സെർവ് ചെയ്യുന്ന ഒരു ഡിഷാണ് ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.